ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരെയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചിട്ട് കാണണേ. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് പത്തരമാറ്റിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് നമ്മുടെ നവ്യയും അഭിയും മുറിയിൽ വന്നിരുന്നിട്ട് ഉള്ള സംഭാഷണമാണ്. അഭി നവ്യയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തല്ലോ. അവൾ തുറന്നു നോക്കുമ്പോൾ അതൊരു ഡയമണ്ട് മോതിരമാണ്. നവ്യ പറയുക, ഞാൻ കരുതി വിഷുവായിട്ട് നീ എനിക്കൊന്നും വാങ്ങി തരില്ലായിരുന്നെന്ന്. നീ എപ്പോഴും പരാതി പറയുകയല്ലായിരുന്നോ വിവാഹത്തിന് മുമ്പ് നിനക്കൊരു ഡയമണ്ട് മോതിരം വാങ്ങിത്തന്ന കഥയൊക്കെ. എന്നാൽ ആ പരാതി ഇപ്പോൾ നിർത്തിക്കോ. ഓ, അപ്പോൾ പരാതി തീർക്കാനാണോ നീ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത്? ഞാനിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇങ്ങോട്ട് വരുന്നത്. അതും വെറും കൈയോടെ അല്ല. എടാ, നീ എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പൊന്നിനോടും പണത്തിനോടും ആർത്തി ഉണ്ടായിരുന്ന നവ്യ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവാണ് എൻ്റെ സന്തോഷം. അവ പറയുക, നിന്നെ സന്തോഷിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് നിൻ്റെ ആരോഗ്യമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് ഡോക്ടർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നവ്യയെ, നീ വീട്ടിൽ നിന്ന് പോയ ശേഷമാണ് നിൻ്റെ നഷ്ടം എനിക്ക് മനസ്സിലാവുന്നത്. നീ സംശയിക്കേണ്ട. നമ്മൾ തമ്മിൽ എവിടേക്കെല്ലാം വഴക്കുണ്ടായിരുന്നെങ്കിലും നീ പോയതിൻ്റെ നഷ്ടം എനിക്ക് നിന്നോടുള്ള സ്നേഹവും എനിക്ക് അതിൻ്റെ നഷ്ടം മനസ്സിലായത് നീ പോയതിന് ശേഷമാണ്. ആദ്യമൊക്കെ മുറിയിൽ കയറുമ്പോൾ നീ അവിടെ ഉണ്ടെന്നുള്ള തോന്നലായിരുന്നു. പിന്നെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുമ്പം അതൊക്കെ ഒരു ഒറ്റപ്പെടലാണ്. ഇനി അതൊക്കെ മാറണമെങ്കിൽ നീ തിരിച്ചു വരണം. അപ്പം നവ്യ പറയുക, ഇനി തിരിച്ചു വരുന്നത് ഞാൻ മാത്രമല്ല, നമ്മുടെ കുഞ്ഞും കാണും. അപ്പോൾ ആകെ ഒരു ബഹളമായിരിക്കും നമ്മുടെ മുറി മുഴുവനും. ആ, അതെ അതെ. പിന്നെ നിങ്ങൾ രണ്ടുപേരും പോയി കഴിയുമ്പം എനിക്കത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പം നവ്യ പറയുക, ഇതൊക്കെ നീ മനസ്സിൽ തട്ടി പറയുന്നതാണോ? അഭി പറയുക, അല്ലെന്ന് നിനക്ക് തോന്നിയെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി നൂലുകെട്ട് വരെ നിത്യേന നിനക്ക് ഈ വരവ് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് നിന്നെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൊട്ടടുത്ത ദിവസം തന്നെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും. ഇത് കേട്ടിട്ട് നവ്യ പറയുക, നിൻ്റെ ഈ സ്നേഹം കാണുമ്പം എനിക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാളും എനിക്ക് നിൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം. എന്നിട്ട് അഭി നവ്യയുടെ കൈ പിടിച്ചുകൊണ്ട് പറയുക, ഇത്രയും നാൾ ഞാൻ നിന്നെ എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുക. നവ്യ, അത് സാരമില്ല. നീ ഈ ഗിഫ്റ്റ് നാളെ വിഷുവിന് വന്നിട്ട് എനിക്ക് തന്നാൽ മതിയായിരുന്നു. അഭി, അതിനെന്താ, ഞാൻ നാളെയും വരാമല്ലോ. ശരിക്കും വരുമോ? ആ, എപ്പോഴും ഞാൻ ഉറപ്പൊന്നും തരുന്നില്ല. എപ്പോഴും വരുന്നതിന് അമ്മ ഇടയ്ക്ക് എന്നെ വിമർശിക്കുന്നൊക്കെ ഉണ്ട്. അതാ എനിക്ക് മനസ്സിലാവുന്നില്ലാത്തത്. ഭാര്യ ഭർത്താവ് കാണാൻ വരുന്നതിന് അമ്മായിമ്മ എന്തിനാ എപ്പോഴും ഈ വിമർശിക്കാൻ നിൽക്കുന്നത്? അതിന് നീ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. അങ്ങനെയാണെങ്കിൽ ഇടത്തിയമ്മയെ കാണാൻ ആദർശേട്ടൻ എപ്പോഴും വരുമ്പം അമ്മായി വിമർശിക്കുന്നത് അതിനേക്കാളേറെയല്ലേ? എൻ്റെ അമ്മ പറയുന്നേക്കാളും കൂടുതലല്ലേ അമ്മായി വിമർശിക്കുന്നത് ആദർശേട്ടൻ ഇടത്തിയമ്മയെ കാണാൻ വരുമ്പം? അവരുടെ ഉള്ളിൽ ചിലപ്പം ഇടത്തിയോട് സ്നേഹം കാണും, നയനയോട് സ്നേഹം കാണും. ഓ, എന്ത് സ്നേഹം! ഈ ജന്മം അത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നവ്യ പറയുക, അന്ന് നീ വന്നപ്പം ജ്യൂസ് കുടിച്ചിട്ടാണ് പോയത്. ഇന്ന് നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയേച്ചാൽ മതി. ഞാൻ മോതിരം തന്നതിൻ്റെ സ്നേഹമാണോ ഈ കാണിക്കുന്നത്? ഒരിക്കലുമല്ല. എൻ്റെ ഭർത്താവ് എന്നെ ജീവനുള്ളിൽ സ്നേഹിക്കുന്നതിൻ്റെ സ്നേഹമാണ്. ഞാനെല്ലാം എടുത്തു വെക്കാം, നീ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് നവ്യ അടുക്കളയിലേക്ക് പോവുക. ഈ നേരം അഭി മുറിയിലിരുന്ന് അഭി മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ഹോ, ഒരു രക്തരാക്ഷസി വന്നതുകൊണ്ട് ഈ രാക്ഷസിയെ ഇനി എങ്ങനെയാലും ഇതുപോലെ വിളവെടുപ്പുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് പിടിച്ചു നിർത്തിയേ പറ്റത്തുള്ളൂ. നാളെ ഇനി പിടിക്കപ്പെട്ടാലും ഇവളുടെ സപ്പോർട്ട് വേണമല്ലോ. ഇനി അടുത്ത ഭാഗം കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും നയനയും കൂടെ വണ്ടിയിൽ പോകുന്നതാണ് കേട്ടോ. അവർ പോകുന്ന വണ്ടിയും ഇവരുടെ സംഭാഷണമാണ് ഇനി അടുത്ത ഭാഗത്ത് കാണിക്കുന്നത്. അപ്പം ദേവയാനി പറയുക, മോളെ ഞാൻ വിഷുക്കോടിയൊക്കെ എടുത്ത് തന്നിട്ട് തിരിച്ച് ടാക്സിയിൽ പറഞ്ഞു വിടാമെന്ന്. നയന പറയുക, ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇപ്പം തന്നെ സമയം ഒരുപാടായി. ദേവയാനി പറയുക, ആയിക്കോട്ടെ, എന്നാലും വിശേഷ ദിവസങ്ങളിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി തരണ്ടേ?
ഞാൻ മോളെ സ്നേഹിച്ച് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന വിഷുവാ. അങ്ങനെയുള്ളപ്പോൾ മോൾക്ക് എന്ത് വാങ്ങി തന്നാലും എനിക്ക് മതിയാവില്ല. എന്നിട്ട് നയന പറയുക, അഭി എന്തായാലും നവ്യേച്ചിയെ കാണാൻ വന്നല്ലോ, അതെന്തായാലും നല്ലൊരു മാറ്റമാ അല്ലേ അമ്മേ? അവൻ്റെ അമ്മയുടെ സ്വഭാവത്തെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല മോളെ. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ അടുത്തു കൂടുന്നത്. അത് ശരിയാ. അത് നമ്മളെക്കാളും നന്നായിട്ട് ചേച്ചിക്കറിയാം. ഇതുപോലെ പലതവണ അഭി ചേച്ചിയെ പറ്റിച്ചതല്ലേ. ഭാര്യമാരെ സ്നേഹിക്കാത്തവരെ അനന്തപുരി തറവാട്ടിലെ കാരണവന്മാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് അഭിക്കും ചെലച്ചയ്ക്കും ഒക്കെ നന്നായിട്ട് അറിയാം. പിന്നെ അനിയുടെ ദാമ്പത്യം നല്ല രീതിയിൽ പോകാത്തതിന് ഒരു പരിധി വരെ അനാമികയും കാരണക്കാരിയാ. അത് അച്ഛനും അമ്മയും എപ്പോഴും പറയാറുണ്ട്. എന്നാലും കല്യാണം കഴിഞ്ഞവർ ബന്ധം പിരിയുന്നതിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ മോളോട് എപ്പോഴും പറയുന്നത്, നമ്മുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നത് പോലെ തന്നെ നമ്മുടെ അരികിലുള്ളവരോടും എപ്പോഴും സ്നേഹം കാണിക്കണമെന്ന്. അത് തന്നെ അമ്മ എൻ്റെ ആഗ്രഹം. അനിയുടെയും നവ്യേച്ചിയുടെയൊക്കെ ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. പിന്നെ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വിഷുവിൻ്റെ അന്ന് അനാമികയ്ക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. അത് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ശരി, മോൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ടമ്മേ, ഇപ്പം തന്നെ ഒരുപാടായി. ഇങ്ങനെ പറഞ്ഞ് അവർ നയനയും ദേവയാനിയും കാറിൽ യാത്ര തുടങ്ങുകയാണ്. ഇനി അടുത്ത ഭാഗം നമ്മുടെ മുത്തശ്ശിയും മുത്തച്ഛനാണ് കാണിക്കുന്നത്. ഇനി അടുത്ത ഭാഗം നമ്മുടെ മൂർത്തിയും വസുന്ധരയുമാണ്. വസുന്ധര മൂർത്തി സാറിനോട് പറയുക, ഇപ്പം അഭിമോളെ പോയി കാണുന്നൊക്കെയുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ പറഞ്ഞത് പലിച്ചെന്നാണ് തോന്നുന്നത്. അപ്പോൾ മൂർത്തി പറയുക, അവനല്ലേലും എന്നെ പേടിയുണ്ടല്ലോ. എന്നെ അവന് പേടിയാണല്ലോ, അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേട്ടെന്ന് വരും. എന്നാലും മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ട് ഭാര്യയെ സ്നേഹിക്കുന്നു പറയുമ്പോൾ അതത്ര യഥാർത്ഥമാണെന്ന് തോന്നുന്നില്ല. അവനൊരു പഠിച്ച കള്ളനാ, കുറുക്കുവഴികൾ തേടുന്ന അമ്മയുടെ തനി മകൻ. എന്തായാലും പറയുക, അതാ എൻ്റെയും പേടി. അവനൊരു അച്ഛനാകാൻ പോവാ, അവനൊരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവാ. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് അച്ഛനാകാൻ പോകുന്നത് അവനാ. ബോധം അവനുണ്ടായില്ലെങ്കിൽ നവ്യമോളുടെയും കുഞ്ഞിൻ്റെയും ജീവിതമാണ് കഷ്ടത്തിലാവുന്നത്. ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമ്മുടെ ദേവയാനി കയറി വരുന്നു. നമ്മുടെ ദേവയാനി കയറി വരുമ്പോഴത്തേക്ക് പിന്നെ അവർ പറയുക, വന്നല്ലോ മോള് വന്നല്ലോ, നമ്മുടെ മൂത്ത മരുമോള് വന്നല്ലോ എന്ന് നമ്മുടെ മുത്തശ്ശി പറയുക. അന്നേരം മോള് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോഴത്തേന് മുത്തശ്ശൻ പറയുന്നു, അത് കയ്യിലെ കവറ് കണ്ടാൽ മനസ്സിലാവത്തില്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ദേവയാനി വന്നിട്ട് ഇത് മുത്തശ്ശനാണെന്നും പറഞ്ഞു ഒരു കവർ മുത്തശ്ശനും ഒരു കവറ് മുത്തശ്ശിക്കും കൊടുത്തുകൊണ്ട് രണ്ട് കവറും മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും കയ്യിലോട്ട് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞ് മൂർത്തി തുറന്ന് നോക്കിയിട്ട് പറയുക, ഇതെന്തിനാണ് ഞങ്ങൾക്ക് ഈ തുണി വിഷുക്കോടി ഇത് വാങ്ങിച്ചത്? ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പിന്നെ തുണിയൊക്കെ ഉണ്ടായിരുന്നതല്ലേ. അപ്പം നമ്മുടെ ദേവയാനി പറയുക, വിഷു അല്ലേ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ വാങ്ങിച്ചു തരുന്നത്. എന്നിട്ട് മുത്തശ്ശൻ നമ്മുടെ ദേവയാനിയോട് ചോദിക്കുക, അത് പോട്ടെ, നീ നിൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തായിരുന്നോ? അപ്പോഴത്തേന് ദേവയാനിയുടെ മുഖത്തിന് ഷേപ്പൊക്കെ അങ്ങ് മാറി കേട്ടോ. അപ്പം മുത്തശ്ശി ചോദിക്കുക, അതെന്താ അത് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോയത്? ഞങ്ങൾ ഏതാണ്ട് കൊഴിഞ്ഞ് വീഴാറായ പോലെയാ. നിൻ്റെ മരുമകളാണെങ്കിലോ ചെറുപ്പമാ. എന്നിട്ട് മുത്തശ്ശൻ പറയുക, അത് തന്നെയാണോ നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും ഒക്കെ വളരെ ഐശ്വര്യമായിട്ട് തന്നെയല്ലേ നയനമോള് കയറി വന്നത്. അങ്ങനെയുള്ള മോൾക്കൊന്നും വേണ്ട, നമ്മുടെ ആദർശ് ഇഷ്ടം പോലെ വാങ്ങിക്കൊടുക്കും. അതുമല്ല, നയനമോളുടെ കയ്യിൽ ഇഷ്ടം പോലെ വാങ്ങാനുള്ള കാശുണ്ട്. എന്നാലും അമ്മായിമ്മ വാങ്ങിക്കൊടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു സന്തോഷമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി പറയുക, അച്ഛനിപ്പോൾ പറഞ്ഞതാ സത്യം. അവൾക്ക് ഇഷ്ടം പോലെ വാങ്ങാനുള്ള കാശുണ്ട്. അത് തന്നെയല്ല, ആദർശ് അവൾക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, അവൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കാറില്ല. അപ്പോൾ പിന്നെ ഞാൻ കൂടി എന്തിനാ വെറുതെ പൈസ കളയുന്നേ? മുത്തശ്ശി പറയുക, അതൊക്കെ പോട്ടെ, നീ ഒക്കെ വിഷു കൈനീട്ടം കൊടുത്തായിരുന്നോ നയനമോൾക്ക്? ദേവയാനി, നീ വിഷു കൈനീട്ടം കൊടുത്തായിരുന്നോ? അപ്പം ദേവയാനി പറയും, ഞാൻ എന്തിനാ അവൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ പോകുന്നത്? അവൾക്ക് വിഷുവായിട്ട് ഇവിടെ വന്ന് നിന്നൂടായിരുന്നോ? അന്നേരം അവൾ ഓടി അവളുടെ വീട്ടിലോട്ട് പോയേക്കുന്നു. എന്നിട്ട് മുത്തശ്ശൻ പറയുക, നീ അവൾക്ക് എത്ര സമ്മാനം വാങ്ങിച്ചു കൊടുത്താലും അതൊന്നും അധികമാവില്ല ദേവയാനിന്ന്. ഈ സമയത്ത് നമ്മുടെ ദേവയാനി മനസ്സിലിങ്ങനെ
ഇങ്ങനെ പറയുക, അതൊക്കെ എനിക്കറിയാം അച്ഛാ. അതുകൊണ്ട് അവൾക്ക് വേണ്ടുന്ന സമ്മാനങ്ങളെല്ലാം ഞാൻ അവൾക്ക് വാങ്ങി കൊടുത്തു കഴിഞ്ഞെന്ന് മനസ്സിലിങ്ങനെ ദേവയാനി പറയുക. എന്നിട്ട് അവൾ പിന്നെ മുത്തശ്ശിയോടും പോയിട്ട് പറയുക, എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്, എനിക്ക് കള്ള് ദാനം തന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇപ്പോഴും ഏതോ അന്യനാട്ടിലാണെന്നാണ് ആദർശ് എന്നോട് പറഞ്ഞത്. ഈ വിഷുവിന് ശരിക്കും ഞാൻ ആ പെൺകുട്ടിക്കല്ലേ ഈ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ആ പെൺകുട്ടിയെ കാണാൻ പോലും ആരും എന്നെ സമ്മതിച്ചില്ല. ഒരു ഫോട്ടോ പോലും ആരും എന്നെ കാണിച്ചില്ല. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയുക, ആ ശരി ശരി, ഇനി അതിൻ്റെ കാര്യമൊക്കെ വിട്, വേറെ ഇത് പിന്നെ വേറെ കാര്യമാട്ടെ, അങ്ങനെ ആട്ടെ ഇങ്ങനെ. അപ്പോഴത്തേനും ദേവയാനി പറയുക, ഇതാ കുഴപ്പം, ആ കാര്യത്തെ സംസാരിക്കുമ്പോഴത്തേന് എല്ലാവരും അങ്ങ് ഒഴിഞ്ഞു മാറും. ആ വിഷയം അങ്ങ് മാറ്റി വേറെ എന്തെങ്കിലും അങ്ങ് പറയാൻ പോകും. എന്നിട്ട് അഹങ്കാരിയായി എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് വാദിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അകത്തോട്ട് കയറി പോവുക കേട്ടോ, മുകളിലേക്ക് കയറി പോവുക. ആ സമയത്ത് ആ മുത്തശ്ശിയും കൂടി ഇരുന്ന് മുത്തശ്ശൻ പറയുക, കണ്ട അവൾ പറഞ്ഞത് കേട്ടില്ലേ, അഹങ്കാരിയായ മരുമകളെന്ന്. എന്നിട്ട് മുത്തശ്ശി പറയുക, അഹങ്കാരി ആരാന്ന് അറിയാം. അഹങ്കാരിയായ മരുമകളെന്ന് പറഞ്ഞു കേട്ടില്ലേ അവള്. സാരമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ പോകുന്നുണ്ടല്ലോ. അപ്പം മുത്തശ്ശൻ പറയുക, ശരി, ഇതെല്ലാം സത്യങ്ങളെല്ലാം പറയാൻ സമയമായില്ലേ എന്നൊരു തോന്നൽ. മുത്തശ്ശി പറയുക, വേണ്ട, ഇപ്പോൾ ഇങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോകുന്നുണ്ടല്ലോ, വേണ്ട, അത് പറയണ്ട. ഇനി അത് പറഞ്ഞിട്ട് ഇനി വീടിനകത്തൊരു ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ എല്ലാവരോടും പിണങ്ങി നടക്കും ദേവയാനി. ഇത് പറയുന്നത് മുത്തശ്ശിയും കൂടി ഇത് പറയുന്നത് ദേവയാനി മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്കറിയാമല്ലോ സത്യം എന്നാണെന്ന്. അപ്പോൾ അവളിത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് കയറി പോകുന്നു. ഇനി അടുത്ത ഭാഗം കാണിക്കുന്നത് നമ്മുടെ കനകേനെയും നവ്യേനെയുമാണ്. എന്നിട്ട് കനക നവ്യമോളോട് പറയുക, നവ്യമോളെ, ഇപ്പോഴാണ് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയൊക്കെ ആയത്. പിന്നെ അഭിയുടെ ഈ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നതാണോ? അന്നേരം നവ്യ പറയുക, വേണ്ടമ്മേ, അവനെ ഒത്തിരി അങ്ങ് വിശ്വസിക്കണ്ട. അത് ഓന്തുപോലെ നിറം മാറുന്ന സാധനമാണ്. അതിലും നിറം മാറുന്ന സാധനമാണ് അവൻ്റെ അമ്മ. എന്നാലും അവൻ്റെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിൽ ചെറിയൊരു ആശ്വാസമുണ്ട്. അന്നേരം നമ്മുടെ കനക പറയുക, എല്ലാവരുടെയും ഉപദേശം കേട്ട് കേട്ട് ഇനി മാറിയോന്ന് ഇനി അറിയത്തില്ല, അവൻ്റെ മാറ്റം ഉണ്ടായോന്ന് അറിയത്തില്ല. ഈ സമയത്ത് നമ്മുടെ നയന കയറി വരുവാണേ, പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുക. കനകയും നവ്യയും കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ നയനമോള് പർച്ചേസൊക്കെ കഴിഞ്ഞ് കയറി വന്നു. അപ്പോഴത്തേനും ചോദിക്കുക, അമ്മേ, അഭി പോയായിരുന്നോ? അഭി പോയി മോളെ. പിന്നെ അങ്ങനെ പറയുക, ദേണ്ട അമ്മ എല്ലാവർക്കും ഉള്ള വിഷു കോടിയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പം അവർ ചോദിക്കുക, അയ്യോ, നിങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്നത് ആരെങ്കിലുമൊക്കെ കാണുകയല്ലേ, സംശയമാകത്തില്ലേ? മോളും അമ്മായിമ്മയും കൂടെ കറങ്ങി നടക്കുന്നതൊക്കെ കണ്ട് സംശയമാകത്തില്ലേ? ഇല്ല, ആരും കാണാതിരിക്കാനായിട്ട് ഞങ്ങൾ ദൂരെയുള്ളൊരു കടയിലാണ് പോയത്, ആരും കയറാത്ത കടയിലാണ് പോയത്. നോക്കട്ടെ, ആ സാരിയൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കനക പിന്നെ കവറ് നോക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ നയന പറയുക, അയ്യോ, ബില്ല് എല്ലാം എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് ബില്ല് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയത്. അമ്മയാണെങ്കിൽ എന്നെ കൊടുക്കാൻ സമ്മതിക്കത്തില്ലല്ലോ, അമ്മ തന്നെയല്ലേ കൊടുക്കുകയുള്ളൂ. ബില്ല് കൊടുക്കാനായിട്ട് അമ്മ സമ്മതിക്കണ്ടേ? അപ്പം നമ്മുടെ നവ്യ പറയുക, നീ അവരുടെ ജീവനാണ് നിലനിർത്തിയത്, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന കവറിലെ സാരിയും സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുവാണേ. അപ്പം അയ്യോ, ഈ സാരിയൊക്കെ ആർക്കാണ് വാങ്ങിച്ചേക്കുന്നത്? അമ്മയ്ക്ക് 2 ഉണ്ട്, പിന്നെ നവ്യയ്ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടെന്ന് പറയുക. അച്ഛനും നന്ദുവിനും ഉള്ളതും ഈ കവറിനകത്തുണ്ട് എന്നൊക്കെ നയന അവരോട് പറയുക. അപ്പം കനക പറയുക, ആദർശ് മോൻ ഇപ്പോഴല്ലേ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത്, പിന്നെ എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങിച്ചതെന്ന്. അപ്പം നയന പറയുക, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മേ. ഇനി അടുത്ത ഭാഗം കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ കയറി വന്നിട്ട് അവളുടെ ഫോണിങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്ന് നന്ദു നോക്കുമ്പോഴത്തേനും നമ്മുടെ അനിയാണേ. അപ്പോൾ അവൾക്ക് എടുക്കണോ വേണ്ടയോ എന്ന് ഓർത്ത് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അപ്പോൾ തന്നെ അവൾ എല്ലാവരും ഉപദേശിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുക. പ്രത്യേകിച്ച് ദേവയാനി പറഞ്ഞില്ലേ, പിന്നെ നന്ദു അനിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഒരു സൗഹൃദം മാത്രമായിരിക്കണം, അതിനപ്പുറം ഒന്നും ആയിരിക്കരുത്. പിന്നെ നീ എന്തെങ്കിലും തെറ്റായിട്ട് സ്നേഹത്തിലൊക്കെ പോവുകയാണെങ്കിൽ
അത് അനിയും അനാമികയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കും. അത് കാരണം നീ അതിനൊരു കാരണമാകല്ലെന്ന് ദേവയാനി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നന്ദു ഇങ്ങനെ ഓർത്ത് നിൽക്കുക. അപ്പോൾ അങ്ങനെ അനിയുടെ കോള് എടുക്കണോ എടുക്കണ്ടേ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നന്ദു ഫോൺ എടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ അനി ഓർക്കുക, വിഷുവായിട്ട് അവൾ വല്ലതും എൻഗേജ്ഡ് ആയിരിക്കും, കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിളിക്കുമായിരിക്കുമെന്ന്. എന്നിട്ടും പിന്നെ ഇങ്ങനെ എനിക്ക് സമാധാനം വരുന്നില്ല. അവൻ എന്നിട്ട് പിന്നെ ഓർക്കുക, സ്നേഹിക്കും എന്ന പെണ്ണിൻ്റെ ശബ്ദം വിളിക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല, ഒന്നുകൂടി വിളിച്ചു നോക്കാം. അനി എന്നിട്ട് വീണ്ടും വിളിക്കുക നന്ദുവിനെ. അന്നേരം നന്ദു പിന്നെയും ഇങ്ങനെ നിൽക്കും, എടുക്കണോ വേണ്ടോ എന്ന് ഓർത്ത്. പിന്നെ അവൾ എടുക്കുന്നില്ല. അപ്പോൾ അനി ഓർക്കുന്നു, 2 കോൾ വന്നാൽ അവൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതല്ലേ, ഇനി കുറച്ച് കഴിഞ്ഞപ്പോഴേലും തിരിച്ച് വിളിക്കുമായിരിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് അനി നേരെ കൂട്ടുകാരന്മാരുടെ അടുത്തോട്ട് പോവുക. അപ്പോൾ കൂട്ടുകാരന്മാർ ചോദിക്കുക, അവൾ വന്നില്ലേ, നന്ദു വന്നില്ലേ? അമ്മ അനി പറയാ, നിങ്ങൾ വിളിച്ചില്ലേ നന്ദുവിനെ? ഇല്ല. നീ വരുമെന്ന് ഉറപ്പ് പറഞ്ഞോണ്ടല്ലേ, നീ വരുമെന്ന് ഉറപ്പ് പറഞ്ഞോണ്ട് ഞങ്ങൾ വിളിച്ചില്ല. അപ്പോൾ അനി പറയാം, ഞാൻ അവൾ ഉറപ്പ് പറഞ്ഞല്ലേ വരുമെന്ന്. അപ്പോൾ അനി പറയുക, അവൾ ഉറപ്പൊന്നും പറഞ്ഞില്ല, എന്നാലും വരാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നേന്ന്. അത്ര ഉറപ്പൊന്നും പറഞ്ഞില്ല, എന്നാലും പരമാവധി നോക്കാമെന്നാണ് പറഞ്ഞത്. നീ ഉറപ്പ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിളിക്കാൻ പോയില്ല. എന്നിട്ട് അനി കൂട്ടുകാരനോട് എടാ നീ ഒന്ന് വിളിക്കാവോ? പിന്നെന്താ, ഞാൻ വിളിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് നന്ദുവിനെ ഫോൺ വിളിക്കുക. അപ്പോൾ ഫോൺ വിളിച്ച് നന്ദു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ രാകേഷാണല്ലോ വിളിക്കുന്നത്. നന്ദു പറഞ്ഞിട്ടായിരിക്കും വിളിപ്പിക്കുന്നത്. ഇനി എടുക്കാതിരുന്നാൽ അല്ല, അനി പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ഇനി എടുക്കാതിരുന്നാൽ ശരിയാകുകയല്ല, എല്ലാം കൂടെ കയറി ഇങ്ങോട്ട് വരും. അങ്ങനെ രാകേഷ് വിളിക്കുമ്പോഴത്തേനും നന്ദു ഫോൺ എടുക്കുക. ഹലോ രാകേഷ്, എന്താടാ? നീ എന്താ അനി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നീ ഇന്ന് വരുമെന്ന് പറഞ്ഞതല്ലേ? എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ല, ഞാനിന്ന് വരുന്നില്ല. പിന്നെ എനിക്ക് ഈ കാര്യത്തെപ്പറ്റി പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനൊന്നും ഇല്ല, ശരിയെന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വെക്കുക. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ പറയാം, അവളങ്ങനെ പറ്റിക്കുന്ന ആളല്ലല്ലോ, എന്നാലും വീട്ടുകാരുടെ വല്ല ഉപദേശം പറഞ്ഞു കാണും, അതുകൊണ്ടായിരിക്കും, അല്ലാതെ അവൾ വരാതിരിക്കേണ്ടതല്ല. അനി പറയുക, എങ്ങനെയായാലും അവളെ ഇങ്ങോട്ടൊന്ന് വരുത്താൻ നോക്ക്, ഇന്നും കൂടെ ഇല്ലെങ്കിൽ എനിക്കിനി അവളെ കാണാൻ പറ്റത്തില്ല. അപ്പം കൂട്ടുകാർ പറയുക, നീ ഒരു കാര്യം ചെയ്യുക, ഇന്നിപ്പോൾ അങ്ങനെ വരുത്താനൊന്നും പറ്റത്തില്ലല്ലോ, നീ നാളെ വിഷുവായിട്ട് നീ അങ്ങോട്ട് ചെന്നിട്ട് ഒരു സമ്മാനം കൊടുക്ക്. അനി പറയുക, അങ്ങോട്ട് കയറി ചെന്നാൽ അവർ കൂട്ടുകാരാണ് അനിയാന്ന് ആരൊന്നൊന്നും നോക്കത്തില്ല, അവളുടെ അമ്മ വായി തോന്നുന്ന എല്ലാം പറയും. നീയും നന്ദുവും തമ്മിലുള്ള അടുപ്പം അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കുറച്ച് ഭയപ്പെടട്ടെ. കല്യാണത്തിന് മുമ്പ് നമ്മൾ നയനേച്ചിയോടും എല്ലാവരും അനിയുടെ കല്യാണത്തിന് മുമ്പ് പറഞ്ഞതല്ലേ, നയനേച്ചിയോടും എല്ലാവരും. അന്ന് അവർ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇനി അടുത്ത ഭാഗം കാണിക്കുന്നത് നമ്മുടെ നയനയുടെ വീട്ടിലാണ് കേട്ടോ. അവരെല്ലാവരും വിഷുക്കണി ഒരുക്കുന്ന നാളത്തേക്കുള്ള കണി വെക്കാനായിട്ടെല്ലാം ഒരുക്കുകയൊക്കെയാണ്. അന്നേരം ദേവയാനി വിളിക്കുന്ന, നാളെ മോളെ നാളെ അമ്മ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. വരും മോളെ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ വിഷുക്കണി ഒരുക്കുന്ന കഥ അങ്ങനെ അവസാനിക്കുന്നു. ടാറ്റാ ബൈ ബൈ, നാളെ കാണാം.